ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്തും അത് അവസാനിക്കുന്ന സമയത്തും 4 ദിവസത്തിൽ അവസാനിക്കുന്ന സമയത്തും പല ഇന്റർനാഷണൽ മീഡിയാസും റോയിട്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അൽ ജസീറ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് വാഷിങ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയത്. പക്ഷേ ഇന്ത്യയുടെ സൈന്യം എല്ലാ തെളിവുകളും ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു, നിങ്ങൾക്ക് പരിശോധിക്കാമെന്നും പറഞ്ഞു. പിന്നീട് ലോകത്തെ വിവിധ സ്ഥാപനങ്ങൾ സ്വതന്ത്രമായ പരിശോധന നടത്തി. ആ പരിശോധനയിൽ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇന്ത്യ ലോകത്തെ ഒരു പുതിയ ശക്തി എന്ന നിലയിലുള്ള വിളംബരം നടത്തി കഴിഞ്ഞുവെന്ന്. ഈ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ NDTV അടക്കമുള്ള നമ്മുടെ മാധ്യമങ്ങൾ വളരെ വ്യക്തമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു ക്ലിയർ എഡ്ജ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പൂർണ്ണ മേധാവിത്വം ഇന്ത്യ പുലർത്തി എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ഇന്നലകളിൽ പറഞ്ഞിരുന്നത് അതല്ലെന്ന് ആലോചിക്കണം. ഇപ്പോൾ ലോക രാജ്യങ്ങളും മാധ്യമങ്ങളും വേറെ വഴിയില്ല, സമ്മതിച്ചേ പറ്റൂ. കാരണം ഇന്ത്യ തെളിവ് നിരത്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇപ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സാറ്റലൈറ്റ് ഇമേജസ് ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ കള്ളത്തരം പറയുന്ന മാധ്യമങ്ങളെ ഇന്ന് സ്വതന്ത്രരായിട്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ പൊളിച്ചെടുക്കും. അത് ഈ സാറ്റലൈറ്റ് ഇമേജസ് അനലൈസ് ചെയ്തുകൊണ്ട് ഓരോ രാജ്യത്തും, ഇപ്പൊ ഇന്ത്യ പറയാണ് പാകിസ്ഥാന്റെ 11 എയർബേസിൽ ഞങ്ങൾ ആക്രമണം നടത്തി, പാകിസ്ഥാൻ പറയാണ് ഇല്ല ഞങ്ങളെ ആക്രമിച്ചിട്ടില്ല. ഉടനെ തന്നെ സാറ്റലൈറ്റ് ഇമേജസ് പരിശോധിച്ചിട്ട് ഇന്ത്യയുടെ ക്ലെയിം ശരിയാണോ ഇല്ലേ എന്ന് ഉറപ്പിക്കാൻ പറ്റും. അത് ഇന്ത്യ കൊടുക്കുന്ന ഇമേജ് വേണ്ട, സ്വതന്ത്രമായി തന്നെ ആളുകൾക്ക് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇന്ന് എക്സ്പേർട്സിന് പരിശോധിക്കാം, സാറ്റലൈറ്റുകൾ പരിശോധിച്ചിട്ട് അതിന്റെ ഇമേജസ് പരിശോധിച്ചിട്ട് ഇപ്പൊ ഇന്ത്യ പറഞ്ഞതുപോലെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഇമേജസിൽ കാണാൻ പറ്റും വളരെ വ്യക്തമായി തന്നെ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു എന്നുള്ളതാണ്. ഇതിനിടയിൽ വ്യാജ വീഡിയോകൾ വരും, AI വീഡിയോകൾ വരും. പക്ഷേ എന്നാലും ഒറിജിനൽ വീഡിയോകൾ ഫാക്ട് ചെക്ക് നടത്തി അത് ബോധ്യപ്പെടാനുള്ള ഒരുപാട് വഴികൾ ഇന്നുണ്ട്. അതിനുള്ള എക്സ്പേർട്സ് ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് വ്യക്തമാവുകയാണ്. എങ്ങനെയാണ് പാകിസ്ഥാനെ ഇന്ത്യ മുട്ടുകുത്തിച്ചത് എന്ന് ഇന്ന് നമ്മളാരും അല്ലെന്നേ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യക്കാരും ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യുന്നത് അങ്ങ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇരിക്കുന്ന എക്സ്പേർട്സ് ആണ്. അവരാണ് പറയുന്നത് ദാ ഇന്ത്യ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഒരു ആണവ രാഷ്ട്രത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്, അവരുടെ ആ ഒരു ശക്തി പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണെന്ന് അവരാണ് പറയുന്നത്. ഇത്രയും ദിവസം പാകിസ്ഥാനെ പൊക്കിയടിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങളൊക്കെ മാളത്തിൽ ഒളിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഫാക്റ്റുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ 4 ദിവസ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നമ്മൾ ഈ കണക്കെടുക്കുമ്പോൾ അതൊരു 80-81 മണിക്കൂറൊക്കെ ഉള്ളു കേട്ടോ. പക്ഷെ പൊതുവെ എല്ലാവരും പറയുന്നത് ഒരു 4 ഡേ മിലിറ്ററി യുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നമുക്ക് തൽക്കാലം അങ്ങനെ പറയാം. ഈ ഒരു യുദ്ധത്തിൽ 2 ആണവ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ ഏറ്റവും വലിയ ഒരു യുദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ പൊതുവെ ലോകം ഇതിനെ കാണുന്നത്. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ആണവ രാഷ്ട്രങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് റഷ്യയും അമേരിക്കയും തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ അലാസ്കയുടെ പേര് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഈ അമേരിക്ക യുക്രൈൻ യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാമായിരുന്നു റഷ്യക്ക്. പക്ഷെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടില്ല. കാരണം രണ്ടുപേർക്കും അറിയാം ആണവ ശക്തികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയാൽ ചിലപ്പോൾ ആണവ യുദ്ധം ഉണ്ടാകും, ഭയമാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചില്ല, കാരണം ഇറാൻ ആണവ ശക്തിയാണോ എന്ന ആശങ്കയുണ്ട്. അതുപോലെ ഇസ്രായേലും ഇറാനെ ആക്രമിച്ചില്ല. നമ്മൾ ഒരിക്കൽ പ്രതീക്ഷിച്ചു ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ സംശയിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ടൊരു യുദ്ധം അവർ നടത്തിയില്ല. ഗാൽവാൻ സംഘർഷം ഉണ്ടായിട്ട് ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാകുമെന്നും എല്ലാവരും സംശയിച്ചു. പക്ഷെ അപ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ചെയ്തില്ല. എന്നാൽ ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്തു. നമ്മൾ ആണവ രാഷ്ട്രമായ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. പാകിസ്ഥാൻ ഒറ്റയ്ക്കായിരുന്നില്ല, ചൈനയുടെയും തുർക്കിയുടെയും ശക്തിയോടെയാണല്ലോ അവർ വന്നത്. ഇപ്പോൾ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളുടെ തെളിവുകൾ പരിശോധിച്ച് ന്യൂയോർക്ക് ടൈംസ് സ്ഥിരീകരിക്കുകയാണ്, ഇന്ത്യ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ പറഞ്ഞതുപോലുള്ള ആക്രമണങ്ങളോ പരിക്കുകളോ ഇന്ത്യക്ക് പറ്റിയിട്ടില്ല. പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത് വളരെ കൃത്യവും വ്യക്തവുമായ പരിക്കുകളാണ്. ഇന്ത്യ പറഞ്ഞ ആക്രമണങ്ങളെല്ലാം നടന്നതാണ് എന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. 2 രാജ്യങ്ങളും ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിച്ചു. കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനാണ് ഏറ്റവും വലിയ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാന്റെ ഫെസിലിറ്റീസിൽ നടത്തിയത് വലിയ ആക്രമണങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഹൈടെക് യുദ്ധമാണ് ഇപ്പോൾ നടന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളുടെ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഇന്ത്യയാണ് വിജയിച്ചത് എന്ന് തത്വത്തിൽ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞു വയ്ക്കുകയാണ്. പാകിസ്ഥാന്റെ ഭോലാരി എയർബേസിലുണ്ടായ ആക്രമണം, ഇന്ത്യ നടത്തിയ ആക്രമണം, നൂർഖാൻ എയർബേസിലുണ്ടായ ആക്രമണം, അങ്ങനെ എല്ലാം
ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് ഏകദേശം പാകിസ്ഥാന്റെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഒരു 15 മൈലിനടുത്ത് കിടക്കുന്ന ഒരു എയർബേസ് ആണ്. അതുപോലെ തന്നെ അവരുടെ പ്രൈം മിനിസ്റ്റർ അടക്കം ഈ ഒരു പ്രദേശത്താണ് താമസിച്ചിരുന്നത്. അവിടെയാണ് പാകിസ്ഥാന്റെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺട്രോൾ സംവിധാനങ്ങൾ ഉൾപ്പെടെ സകലതും ഉണ്ടായിരുന്നത്. അവിടെയും ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് ഇപ്പോൾ ഈ ന്യൂയോർക്ക് ടൈംസ് പറയുന്നുണ്ട്. അതിനൊപ്പം ഇന്ത്യൻ മിലിറ്ററി പാകിസ്ഥാന്റെ മിലിറ്ററി ബേസുകളിലെ റൺവേകളിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. സാറ്റലൈറ്റ് ഇമേജസ് വ്യക്തമായും ഈ ഡാമേജസ് കാണിക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെ സൈനിക നീക്കത്തെ അപ്പാടെ തകർത്ത് കളഞ്ഞു. റഹീം യാർ ഖാൻ എയർബേസിൽ ഇന്ത്യ നടത്തിയത് വളരെ ശക്തമായ ആക്രമണമാണ്. ഈ ഒരു റൺവേ പ്രവർത്തനരഹിതമായിരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ തന്നെ പിന്നീട് സ്ഥിരീകരിച്ച കാര്യവും ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. സർഗോദ എയർബേസിലും ഇന്ത്യൻ ആർമി വളരെ കൃത്യതയുള്ള ആക്രമണമാണ് നടത്തിയത്. അവിടെയും മിലിറ്ററി ബേസിനോടൊപ്പം തന്നെ അവരുടെ റൺവേയും ഇന്ത്യ തകർത്ത് കളഞ്ഞുവെന്ന് ന്യൂയോർക്ക് ടൈംസ് കൺഫേം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ന്യൂയോർക്ക് ടൈംസ് പറയുന്നുണ്ട്. പാകിസ്ഥാൻ ആക്രമിച്ചതായി അവകാശപ്പെടുന്ന സ്ഥലങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പരിമിതമാണ്. കൂടാതെ സൈനികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നു എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങൾ, അതായത് പാകിസ്ഥാൻ ഇന്ത്യയിലെ പല ബേസുകളും ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണങ്ങൾ നടത്തി. പക്ഷെ ഇന്ത്യ അതിനെയെല്ലാം തടഞ്ഞു എന്ന് മാത്രമല്ല, ഈ പല ബേസുകളിൽ നിന്നാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചത്. അവിടെ പാകിസ്ഥാന് തടയാൻ കഴിഞ്ഞില്ല. ഇന്ത്യ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെയൊക്കെ തടയുകയും ചെയ്തു. അത് കാരണം പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നും അത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് സാറ്റലൈറ്റ് ഇമേജുകളുടെ പരിശോധനയിൽ കാണുന്നില്ല എന്നും കൂടെ ന്യൂയോർക്ക് ടൈംസ് പറയുകയാണ്. ഇന്ത്യയിലെ ഉധംപൂർ എയർബേസ് തകർത്തു എന്നൊരു ക്ലെയിം പാകിസ്ഥാനിലെ ഒഫീഷ്യൽസ് നടത്തിയിരുന്നു. ന്യൂയോർക്ക് ടൈംസ് ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി. അവരിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. സാറ്റലൈറ്റ് ഇമേജസ് അടക്കം എല്ലാം വിശദമായി പരിശോധിച്ചപ്പോൾ യാതൊരു ഡാമേജും ഇന്ത്യയുടെ ഉധംപൂർ എയർബേസിലും ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഇതോടെ ന്യൂയോർക്ക് ടൈംസ് ഒരു കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനുമേൽ കൃത്യമായി ഡോമിനേറ്റ് ചെയ്തു, പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു. സീസ് ഫയർ പാകിസ്ഥാന്റെ ആവശ്യമായിട്ട് മാറുകയായിരുന്നു. സോ എങ്ങനെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. റോയിട്ടേഴ്സ് എന്ന് പറയുന്ന വൃത്തികെട്ട മാധ്യമം ഏതോ ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ചുകൊണ്ട് കൊടുത്തൊരു വാർത്ത. ഈ വാർത്തയുടെ ചുവട് പിടിച്ച് 5 വിമാനം, 7 വിമാനം, 10 വിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് പല മാധ്യമങ്ങളും വച്ചു കാച്ചി. സോഴ്സ് ചോദിക്കുമ്പോൾ US ഏതോ ഒഫീഷ്യൽസ് പറഞ്ഞു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അൽ ജസീറ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അൽ ജസീറ എന്താ പറയുന്നതെന്ന് അറിയോ? റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഏതോ 2 US ഒഫീഷ്യൽസ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത ഏതെങ്കിലും ഒരു തുക്കട മാധ്യമം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പറയും? റോയിട്ടേഴ്സും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഏതോ 2 US ഒഫീഷ്യൽസ്. ആരാണപ്പോൾ ഈ ഏതോ 2 US ഒഫീഷ്യൽസ്? വഴിയെ പോയ ഏതെങ്കിലും 2 സായിപ്പന്മാർ പറഞ്ഞാണോ? അതോ റോയിട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന US നിന്നുള്ള വല്ല സായിപ്പന്മാരും പറഞ്ഞാണോ? അതാണോ സോഴ്സ്? തീർച്ചയായിട്ടും യുദ്ധം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കുകൾ പറ്റും. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും എയർക്രാഫ്റ്റുകൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി കടന്നതായിട്ട് യാതൊരു തെളിവും നമ്മുടെ മുമ്പിലില്ല. അതിർത്തി കടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യക്ക് പാകിസ്ഥാൻ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൽ നിന്ന് തന്നെ പറ്റും. പിന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളെ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. ചിലപ്പോൾ ഇന്ത്യക്ക് ഏതെങ്കിലും എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഒന്നുറപ്പാണ്, ഇന്ത്യക്ക് ഒരു എയർക്രാഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് 5 എണ്ണം പോയി കാണും. അതിലൊരു തർക്കവും വേണ്ട. ഇനി രണ്ടാമത്തെ കാര്യം, എയർക്രാഫ്റ്റ് നഷ്ടമായോ ഇല്ലയോ എന്നതിലുപരിയായിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിൽ ഉപരിയായിട്ട് യുദ്ധം എങ്ങനെ അവസാനിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. യുദ്ധം അവസാനിക്കുമ്പോൾ ആര് ജയിച്ചു എന്നതാണ് പ്രധാനം. എത്ര എയർക്രാഫ്റ്റ് പോയി എന്നുള്ളതല്ല. ആരാണ് സീസ് ഫയർ ആവശ്യപ്പെട്ടത്, ആർക്കാണ് നാശനഷ്ടങ്ങൾ കൂടുതലുണ്ടായത്, ആരുടെ മിലിറ്ററി ഫെസിലിറ്റീസ് ആണ് തകർക്കപ്പെട്ടത്, ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെല്ലാം കയറി നിറങ്ങിയത് ആരാണ്, അമേരിക്കയുടെ കാല് പിടിച്ചത് ആരാണ്, ഇന്ത്യയെ വിളിച്ച് ഞങ്ങൾ തയ്യാറാണ് വെടിനിർത്താൻ, ഇനി ഞങ്ങളെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞതാരാണ്. ഇതിൽ നിന്നാണ് ആരാണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്ന് തീരുമാനിക്കുന്നത്. പാകിസ്ഥാന്റെ 11 എയർബേസ്, മിലിറ്ററി ഫെസിലിറ്റീസ്, അവരുടെ മറ്റു പല കൺട്രോളുകൾ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പലതും അടിച്ച് തകർത്തിട്ടുണ്ട് ഇന്ത്യ എന്നുള്ളത് ലോകം സ്ഥിരീകരിച്ചിരിക്കുന്നു. ലോകത്തെ വിദഗ്ധരെല്ലാം പറയുന്നു ഇന്ത്യ യുദ്ധത്തിൽ ജയിക്കുക മാത്രമല്ല ഇന്ത്യയുടെ ശക്തി പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ ഡോമിനൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. കൂടാതെ ആധുനിക യുദ്ധതന്ത്രങ്ങൾ ഇന്ത്യ ലോകത്തെ കാണിച്ച് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്.
സിവിലിയൻസിന് പരിക്കില്ലാതെ ഒരു രാജ്യത്തെ എങ്ങനെ പരാജയപ്പെടുത്താം? ഇസ്രയേലിന് ശേഷം ഇസ്രയേലിന്റെ പേരിൽ ഉണ്ടായിരുന്ന 6 ദിന യുദ്ധ റെക്കോർഡ് 4 ദിനത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ത്യ സ്വന്തം പേരിൽ എഴുതി ചേർത്തിരിക്കുന്നു. ഒരു ആണവ രാഷ്ട്രത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച രാജ്യമെന്ന പേര് നേടിയെടുത്തിരിക്കുന്നു. ആണവ രാഷ്ട്രത്തെ ആക്രമിച്ച രാജ്യമെന്ന പേര് നേടിയിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ ഒരു ഡോമിനൻസ് ആണ് നമ്മൾ കണ്ടത്. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ ഇപ്പോൾ അത് ശരിവച്ചിരിക്കുകയാണ്.